ബസറയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഒരു ദമ്പതികൾ യാത്ര ചെയ്യുകയായിരുന്നു. കുറെ അങ്ങ് ചെന്നപ്പോൾ അപ്രതീക്ഷിതമായി മരണം അദ്ദേഹത്തെ പിടികൂടി. വിജനമായ ഭൂമിയിൽ അയാൾ അന്ത്യശ്വാസം വലിച്ചു. കൂടെയുള്ള പത്നി ഒരു നിമിഷം പകച്ചുപോയി. ഇനി എന്തു ചെയ്യും? എന്നെ ആരുണ്ട് സഹായിക്കാൻ? ഭർത്താവിൻ്റെ ശേഷക്രിയകൾ ആര് നടത്തും? ആ പാവപ്പെട്ട യുവതി നെടുവീർപ്പിട്ടു. ഇദ്ദേഹത്തെ സംസ്കരിക്കാൻ ആരും വരാനില്ല. കാരണം ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരുമെല്ലാം എന്നോ കയ്യൊഴിഞ്ഞതാണ്. നന്മയുടെ അംശങ്ങൾ അല്പം പോലും ശേഷിക്കാത്തവൻ എന്നു പറഞ്ഞ് ഇദ്ദേഹത്തെ അവഗണിച്ചതാണ്. അതിനു മാത്രം തെമ്മാടിത്തരങ്ങൾ നിറഞ്ഞതായിരുന്നുവല്ലോ ഇദ്ദേഹത്തിൻ്റെ ജീവിതം. ഇനി എന്തു ചെയ്യും? ശേഷക്രിയ സ്വയം നിർവഹിക്കുക തന്നെ അവൾ ധൈര്യം വീണ്ടെടുത്തു. ഭർത്താവിൻ്റെ ചേതനയേറ്റ ശരീരം കുളിപ്പിച്ചു കഫൻ ചെയ്തു. 2 ചുമട്ടുതൊഴിലാളികളെ കൂലിക്ക് വിളിച്ച് മയ്യത്ത് മുസല്ലയിലേക്ക് എടുപ്പിച്ചു വെച്ചു അവൾ. ആ മയ്യത്തിനു വേണ്ടി നമസ്കരിക്കാൻ പോലും ആരും വന്നില്ല. അവസാനം അവൾ തൻ്റെ പ്രിയമാരൻ്റെ മയ്യത്തുമായി മരുഭൂമിയിലേക്ക് നീങ്ങി. അവിടെ മറവ് ചെയ്യാനാണ് അവളുടെ ഉദ്ദേശം. മരുഭൂമിയിലെത്തി അവളുടെ ദൃഷ്ടി മരുപ്രദേശത്തുള്ള മലമുകളിലേക്ക് പറന്നു ചെന്നു. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. മയ്യത്ത് കാത്തു നിൽക്കുകയാണെന്ന് തോന്നുന്നു അയാളെ കാണുമ്പോൾ. അവളുടെ തോന്നൽ ശരിയായിരുന്നു. നിമിഷങ്ങൾക്കകം അയാൾ മയ്യത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ആ നിമിഷം ആ മുഖം കണ്ട് അവൾ അമ്പരന്നു. മലമുകളിൽ ഏകാന്തനായി ആരാധനകളിൽ മുഴുകുന്ന സുപ്രസിദ്ധ ഭൗതിക പരിത്യാഗിയാണ് തൻ്റെ ഭർത്താവിൻ്റെ മയ്യത്തിനടുത്തെത്തിയിരിക്കുന്നത്. ഒന്നും ഉരിയാടാതെ ആ മഹാൻ മയ്യത്ത് നമസ്കാരത്തിന് തയ്യാറായി. അവളുടെ കണ്ണിൽ അമ്പരപ്പും കൽബിൽ ആഹ്ലാദവും നിറഞ്ഞു. മഹാൻ മയ്യത്ത് നമസ്കരിക്കാൻ ഒരുങ്ങിയ വൃത്താന്തം നാട്ടിൽ പരന്നു. അറിഞ്ഞവർ അവിടെ കൂടിയെത്തി. നിമിഷങ്ങൾക്കകം വമ്പിച്ച ജനാവലി തന്നെ നമസ്കാരത്തിനു സന്നിഹിതരായി. നമസ്കാരം കഴിഞ്ഞു. ജനങ്ങളുടെ മുഖത്തെല്ലാം അമ്പരപ്പ്. അവർ മുഖത്തോട് മുഖം നോക്കുന്നു. ഇത്രയും വലിയൊരു മഹാൻ, ഇത്രയും വലിയൊരു അധർമ്മിക്ക് നമസ്കരിക്കുകയോ? അവർ അതിൻ്റെ കാരണം തിരക്കി. മഹാൻ പറഞ്ഞു, എനിക്ക് ഉറക്കത്തിൽ ഇങ്ങനെ നിർദ്ദേശമുണ്ടായി. ഇന്നാലിന്ന ഒരു മരുപ്രദേശത്ത് ഒരു ജനാസ കിടക്കുന്നുണ്ട്. സ്വന്തം പത്നിയല്ലാതെ മറ്റാരും അവിടെയില്ല. നിങ്ങൾ ഉടൻ ചെന്ന് മയ്യത്ത് നമസ്കരിക്കുക. ആ മയ്യത്തിന് മാപ്പ് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ അത്ഭുതവും ആകാംക്ഷയും ഉണ്ടായി. അവർ മഹാനോട് അപേക്ഷിച്ചു, അവിടുന്ന് ഈ മനുഷ്യൻ്റെ ജീവിതത്തെപ്പറ്റി ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്കുമോ? ആ മഹാൻ യുവതിയെ വിളിപ്പിച്ചു. മയ്യത്തിൻ്റെ പൂർവ്വകാല സ്ഥിതികൾ ആരാഞ്ഞു. യുവതി പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ പറയാതിരിക്കുകയാണ് ഭേദം. അധിക സമയവും അദ്ദേഹം മദ്യഷാപ്പിലായിരുന്നു. ഇത് കേട്ട മഹാൻ ചോദിച്ചു, അദ്ദേഹത്തിൽ വല്ല നന്മയും നീ കണ്ടിരുന്നോ? യുവതി മറുപടി പറയാൻ തുടങ്ങി. നല്ലതെന്ന് പറയാവുന്ന 3 കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ ശ്രദ്ധിച്ചിരുന്നു. ഒന്നാമതായി, സുബഹി സമയത്ത് മദ്യലഹരി വിട്ടാൽ ഉടൻ എണീറ്റ് വസ്ത്രം മാറി സുബഹ് നമസ്കാരത്തിൽ അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. ശേഷം മാത്രമേ അദ്ദേഹം മദ്യഷാപ്പിലേക്ക് പോയിരുന്നുള്ളൂ. രണ്ടാമതായിട്ട് ഞാൻ അദ്ദേഹത്തിൽ കണ്ടത്, വീട്ടിൽ എല്ലാ ദിവസവും 1 or 2 യതീമീങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്നു. അവരെ സ്വന്തം മക്കളെക്കാൾ സ്നേഹിക്കാനും സേവിക്കാനും അദ്ദേഹം സമയം കണ്ടിരുന്നു. അനാഥകളെ അന്വേഷിച്ച് സേവിക്കുന്നതിൽ തൽപരനായിരുന്നു അദ്ദേഹം. മൂന്നാമതായി ഞാൻ അദ്ദേഹത്തിൽ കണ്ടത്, രാത്രി വല്ല സമയത്തും മദ്യലഹരിയിൽ നിന്നുണർന്നാൽ അദ്ദേഹം ഇങ്ങനെ കരഞ്ഞു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. റബ്ബേ, ഈ തെമ്മാടിയെ നരകത്തിൻ്റെ ഏത് മൂലയിലാണാവോ നീ കുത്തി നിറക്കാൻ പോകുന്നത്? യുവതിയുടെ വിശദീകരണം അദ്ദേഹം കേട്ടു. കണ്ണ് അടച്ചുകൊണ്ട് നിശബ്ദമായി മഹാൻ ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടാണ് അവന് മാപ്പ് ലഭിച്ചത്. അദ്ദേഹം വീണ്ടും തുടർന്നു, അല്ലാഹു നന്മയുടെ ഒരു തുള്ളിയെങ്കിലും കാണുമ്പോൾ അതിലൂടെ ക്ഷമയുടെ സമുദ്രം നിറക്കാൻ അല്ലാഹു തയ്യാറാണ്. ജനങ്ങൾ കണ്ണുനീർ തുടച്ചു. അവൻ്റെ ശേഷക്രിയകൾ നിറവേറ്റി. മരുഭൂമിയിൽ കാറ്റ് വീശി. സൂര്യൻ അസ്തമിച്ചു. യുവതി ശാന്തമായി ആകാശത്തിലേക്ക് നോക്കി പറഞ്ഞു, റബ്ബേ, നീ എത്ര കരുണാമയൻ.